ഈ യുദ്ധത്തിൽ അമേരിക്ക നിശ്ചയമായിട്ടും കുഴയും എന്നാണ് നമ്മളന്ന് പറഞ്ഞത്. പക്ഷേ അത് അന്ന് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്ത് പരിഹസിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ പരിഹസിക്കുന്ന നമുക്കറിയാം മിത്രങ്ങളാണ് പ്രധാനമായും വന്ന് പരിഹസിക്കുക. മിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറഞ്ഞാൽ എത്ര ആളുകളെ കൊല്ലാൻ പറ്റിയെന്നുള്ളതാണ്. കുറേ അധികം ആളുകളെ കൊന്നു കഴിഞ്ഞാൽ അത് വൻ വിജയമാണെന്ന് ധരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഈ ദേശഭക്ത് മിത്രങ്ങൾ. അതല്ലാത്ത സാമാന്യമായി ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ളവരെല്ലാം ഇത് അമേരിക്ക കുഴിയിൽ ചാടാൻ പോവുകയാണ്, കുഴയാൻ പോവുകയാണ് എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കും, ഇപ്പം ജിമ്മി ഈ ഇവരുടെ ലക്ഷ്യം ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കും, ഓരോ ദിവസവും ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നലെ അങ്ങേരെ എന്താ പ്രസംഗിച്ചത്, ഇറ്റ്സ് എന്താണ് വെരി മച്ച് കംപ്ലീറ്റ് വെരി കംപ്ലീറ്റ് പ്രറ്റി മച്ച് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ ഓയിൽ വിലയിലൊക്കെ മാറ്റമുണ്ടായി. ആ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴേക്ക് തന്നെ ഓയിൽ മാർക്കറ്റിൽ വലിയ ഇളക്കമുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, വൺ ബട്ട് നോട്ട് ഇനഫ് എന്നാണ്. ആദ്യം പറഞ്ഞു കഴിഞ്ഞു എന്ന്, പിന്നെ പറഞ്ഞു ആയിട്ടില്ല. അപ്പോൾ ഇങ്ങേർക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ ഡൈനാമിക്സ് എന്താണ്, അതെന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ ധാരണയില്ലായ്മ നമ്മൾ മുമ്പ് പറഞ്ഞത് അത് ബേസിക്കലി ഒരു ഡീൽ മേക്കറാണ്. അതിലപ്പുറം പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ പ്രത്യേകിച്ച് ഇത്തരം റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റുകൾ അവരുടെ ഈ ഇന്നർ ഡൈനാമിക്സ് എന്താണ്, അവരുടെ ബലം എന്താണെന്നതിനെക്കുറിച്ച് ധാരണയില്ല. ഹമാസുമായി ബന്ധപ്പെട്ട് പുള്ളി നടത്തിയ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ, മറ്റന്നാൾ നിർത്തണം, മറ്റന്നാൾ ബന്ദികളെ മുഴുവൻ വിടണം, അല്ലെങ്കിൽ എന്താണ് ഹെൽ ഫയർ വിൽ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു. ഹമാസുകാരെന്ന് ചോദിച്ചു, അത്രയേ ഉണ്ടായുള്ളൂ. ഹമാസ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, ഗസക്കാരും അവിടെ തന്നെയുണ്ട്. അപ്പം എന്താണ് പുള്ളി വിചാരിക്കുന്ന, പുള്ളിയുടെ കയ്യിൽ കുറേ ബോംബുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് നടക്കും, ഈ മാക്സിമലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന സംഗതി ഉണ്ട്, അങ്ങ് നടന്നു കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇത് ഓരോ ദിവസവും കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് 86 വയസ്സായ അവരുടെ നേതാവിനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ എന്താണ് സോ കോൾഡ് ഭീകരനായിട്ടുള്ള ഒരാൾ ആ നേതൃസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അതേക്കാൾ ആൻറ്റി അമേരിക്കനിസം രക്തത്തിൽ അലിയിച്ച് ചേർത്ത ഒരു മനുഷ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പ് വാക്യൂം ഉണ്ടായിട്ടില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം CNN റിപ്പോർട്ടർ അവിടെ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിരുന്നു സേഫ്. അങ്ങനെ പറയുന്നത് വെച്ചാൽ ഇവിടെ യുദ്ധം നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോഫി ഷോപ്പിലൊക്കെ ആളുകളുണ്ട്, ഈ ഗ്യാസ് സ്റ്റേഷനിലൊന്നും ഒരു ക്യൂ ഇല്ല, ഈ ഇഫ്താർ ബസാറുകളൊക്കെ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇറാനിയൻ സൊസൈറ്റിയുടെ മൊറയിലിനെ ഏതെങ്കിലും നിലക്ക് ഇളക്കുവാനോ അല്ലെങ്കിൽ അവരെ പാനിക്കാക്കുവാനോ അവരെ ഭയചകിതരാക്കാനോ ഈ സംഭവങ്ങൾ എത്രയുണ്ടായിട്ട് സാധിച്ചിട്ടില്ല. അവരുടെ നേതാവ് കൊല്ലപ്പെടുന്നു, അവരുടെ ഓയിൽ എന്താണ് സെൻറ്ററുകൾ ബോംബിടുന്നു, വലിയ തോതിൽ തീ കത്തിക്കുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, ഇതൊക്കെയാണ്. പക്ഷേ ആ ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നുള്ള നിലക്ക് അതിന് ഏതെങ്കിലും നിലക്ക് അത് ബാധിച്ചിട്ടില്ലെന്ന് തന്നെയാണ് CNN റിപ്പോർട്ടർ പറയുന്നത്. അപ്പോൾ അത് എളുപ്പമല്ല. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ലൂസർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഓഫ് കോഴ്സ് അമേരിക്ക തന്നെയാണ് നമ്പർ 1 ലൂസർ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലമായിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു ട്രംപ് കാർഡ് എന്ന് വെച്ചാൽ യുറേനിയം എൻറിച്ച്മെൻറ്റ്. ദാണ്ടേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, സാങ്ഷൻസ് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇറാൻ പറയില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒമാൻ്റെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ അവരെന്താണ്, സാധാരണഗതിയിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം മുമ്പോട്ട് വെക്കാൻ ഇടയില്ലാത്ത വിധം അവർ കൺസീഡ് ചെയ്തു. എന്താണ്, ഞങ്ങൾ 60% 5.6% കുറക്കാം, അടുത്ത 19 പ്ലാന്റുകളുടെ നിർമ്മാണ കരാറ് അമേരിക്കൻ കമ്പനികൾക്ക് തരാം എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞ് പിറ്റേ ദിവസമാണ് കൊണ്ട് ബോംബിടുന്നത്. ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് മറ്റേ അത് എന്ന് പറഞ്ഞിട്ട് ഇറാനിലോട്ട് പോകാൻ പറ്റില്ല, പോടേന്ന് പറയും. കാരണം ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി നിങ്ങൾ ചെയ്തു, എന്നിട്ടും ഞങ്ങളിവിടെയുണ്ട്, താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങളുടെ യുറേനിയം കൊണ്ട് ചെയ്യും എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഇറാന് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ എന്താണ്, കുളിര് മാറിയാൽ പിന്നെ ആകെ മുങ്ങിയ ഈ ഒരു അവസ്ഥയിലാണ് ആ ഒരു എഡ്ജ് കിട്ടുകയാണ്. പക്ഷെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ലൂസർ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. നമുക്ക് ഗൾഫ് രാജ്യങ്ങൾ ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടു? ഓൺലി ബിക്കോസ് ദേ ഹോസ്റ്റ് അമേരിക്കൻ ക്യാമ്പ്സ്, അല്ലേ? അമേരിക്കൻ ക്യാമ്പുകൾ അവരെന്തിനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ലോജിക്ക് എന്താ? അവരുടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി അവർ നിലനിർത്തിയുള്ള ഒരു ഘടകം അതെന്താകുകയാണ്, അവർ ആക്രമിക്കപ്പെടാൻ കാരണമാവുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ സ്വീകരിച്ചിരുത്തിയത് കൊണ്ട് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു. എന്നിട്ടോ നിങ്ങൾക്ക് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല.
അമേരിക്കക്ക് ഇവരിങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ അമേരിക്ക പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അമേരിക്ക എന്താണ് അവരുടെ പൗരന്മാർക്ക് കൂടെ നിർദ്ദേശം? ബാഗ് കൊടുത്ത് നാട്ടിലേക്ക് പൊക്കോളണമെന്നാണ്. ഈ സർവ്വരാജ്യങ്ങളെ അമേരിക്കൻ പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, നാട്ടിലേക്ക് പൊക്കോളണം. എന്നാൽ അമേരിക്ക ഞങ്ങളെ സംരക്ഷിക്കും. എന്താണ്? അംബ്രല, പ്രൊട്ടക്ഷൻ അംബ്രല എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. ഈ പ്രൊട്ടക്ഷൻ അംബ്രലയാണ്, അമേരിക്കൻ പ്രൊട്ടക്ഷൻ അംബ്രല എന്ന് പറയുന്നത് വെറും പുകയായിരുന്നു എന്ന് ഗൾഫ് നേതൃത്വം തിരിച്ചറിയുന്ന നിമിഷമാണ്. ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എന്താ പറയുക, ഈ ഫോഴ്സ് മെജൂർ പ്രഖ്യാപിച്ചല്ലോ മറ്റേ ഓയിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട്. സമാനമായി ഈ എല്ലാ രാജ്യങ്ങൾക്കും, ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കയുമായിട്ട് ഡിഫൻസ് പാക്റ്റുകളുണ്ട്. ഈ ഡിഫൻസ് കോൺട്രാക്റ്റുകളുടെ കാര്യത്തിൽ ഫോഴ്സ് മെജൂർ പ്രഖ്യാപിക്കണം എന്ന അഭിപ്രായം ഇവരുടെ ലീഡർഷിപ്പിൽ, ഗൾഫ് രാജ്യങ്ങളുടെ ലീഡർഷിപ്പിൽ വരികയാണ്. എന്ന് മാത്രമല്ല, ഇന്നലെ ആസ്ട്രേലിയയുമായിട്ട് ഡിഫൻസ് പാക്റ്റ് ഇവരുണ്ടാക്കി, UAE ഉണ്ടാക്കി. അവിടെ നിന്നുള്ള ഈ എയർ ഡിഫൻസ് ഷീൽഡുകൾ UAEയിലേക്ക് വരാൻ പോവുകയാണ്. ഇനി അതിലും വലിയ തമാശ, അവിടുത്തെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു സെനറ്ററുണ്ട്, ഈ പ്രോ റിപ്പബ്ലിക്കൻ, പ്രോ വാർ, ആൻറ്റി ഇറാനിയൻ ലിൻസി ഗ്രഹാൻ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അടിക്കൂ, കയറി അടിക്കുക, ഇറാൻ അടിക്കണം എന്നിങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇറാൻ അടിക്കുന്നില്ലേ, നിങ്ങളായിട്ടുള്ള പാക്റ്റുകളുടെ കാര്യത്തിൽ അങ്ങ് മാറി ചിന്തിക്കേണ്ടി വരുമെന്നൊക്കെയാണ് പറയുന്നത്. അതിനാണ് ഖത്തറിലെ അങ്ങയുടെ മറുപടി. അതെ. അപ്പോൾ ഇറാനെ ഇവരെ കൊണ്ട് അടുപ്പിക്കുക, അതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ ഗൾഫ് ലീഡർഷിപ്പ് അതിൽ അങ്ങേയറ്റത്തെ മെച്യൂരിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരെ സംബന്ധിച്ചപ്പോൾ സൗദി ആകട്ടെ, UAE ആകട്ടെ, ഖത്തർ ആകട്ടെ, ബഹ്റൈൻ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. അവരേതെങ്കിലും നിലക്ക് ഒരു മിസൈൽ അവർക്ക് അങ്ങോട്ട് വിടാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, ഏതെങ്കിലും നിലക്ക് അവരിതിൽ ഭാഗമായിരുന്നെങ്കിൽ ഇതിൻ്റെ ചിത്രം മാറും. പക്ഷേ അങ്ങേയറ്റത്തെ ക്ഷമയാണ് അതിൽ കാണിക്കുന്നത്. ഇത്രയും വലിയ പ്രഷർ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മിനിയാന്ന് ഈ ഇസ്രായേലി മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് വാർത്ത വന്നു, എന്താണ്, UAE അടിച്ചു, UAE ഇറാനെ അടിച്ചു, അവിടുത്തെ ഒരു ഡീസാലിനേഷൻ പ്ലാന്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത വന്ന് വിത്തിൻ മിനിറ്റ്സ് UAEയുടെ ഭാഗത്ത് നിന്ന് അത് ഔദ്യോഗികമായിട്ട് തന്നെ നിഷേധക്കുറിപ്പ് പറഞ്ഞു. ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. സാധാരണ നമുക്കൊരു രാജ്യം എന്താണ്, ഒരു അഭിമാന നിമിഷമായിട്ടാണ് കാണുക, നമ്മൾ അടിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് UAE ഔദ്യോഗികമായിട്ട്. അത് ഫേക്ക് ന്യൂസാണ്. അത് ആരാ പറയുന്നത്? UAEയും ഇസ്രായേലും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. അതിനെക്കുറിച്ചാണ് അവരടിച്ചു എന്ന് വാർത്ത വരുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ആവശ്യം എന്താണ്? UAE എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമാക്കണം. അതിനുവേണ്ടി പരമാവധി ഇറാനല്ലാത്ത ചില കളികൾ അവിടെ നടക്കുന്നുവെന്ന് ടക്കർ കാൾസനാണ് പറഞ്ഞത്. മൊസാദിൻ്റെ ആളുകൾ വന്നിട്ട് ഈ ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നു, അങ്ങനെ ചില ആളുകളെ പിടിച്ചു എന്ന് ട്രംപിൻ്റെ വിശ്വസ്തനായ ടക്കർ കാൾസൻ വരെ വന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുന്നില്ല. ഇനി മറുവശത്ത് ചരിത്രത്തിൽ അപൂർവമായൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. അമേരിക്ക യുദ്ധത്തിന് റിസ്കി ആയിട്ടുള്ള യുദ്ധത്തിൽ നിൽക്കുമ്പോൾ നാറ്റോ എവിടെയുമില്ല. ലോകത്തെ ഏറ്റവും വലിയ മിലിറ്ററി അലയൻസ് കോalitionാണ് നാറ്റോ എന്ന് പറയുന്നത്. കഴിഞ്ഞ നാറ്റോയുടെ എല്ലാ യുദ്ധങ്ങളും എടുക്കുക, ഇറാഖ് വാർ, അമേരിക്ക ഒറ്റയ്ക്കല്ല, നാറ്റോ ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ നാറ്റോ ഉണ്ട്, ലിബിയയിൽ നാറ്റോ ഉണ്ട്, സെർബിയയിൽ നാറ്റോ ഉണ്ട്. ഇവിടെ നാറ്റോ ഇല്ല എന്ന് പറഞ്ഞാൽ ചില നാറ്റോ അംഗരാജ്യങ്ങൾ എന്ത് പറയണേ, ഞങ്ങളുടെ ബേസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് സ്പെയിൻ പറഞ്ഞു. അവിടുത്തെ വണ്ടിയെല്ലാം എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി, ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നാറ്റോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ആർട്ടിക്കിൾ 5 ഇൻവോക്ക് ചെയ്യണം എന്ന ആവശ്യം ഈ ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞാൽ വെൻ എ നാറ്റോ അലൈസ് അറ്റാക്ട് ദ എൻറ്റയർ നാറ്റോ കൺട്രീസ് ആർ അറ്റാക്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ ആർട്ടിക്കിൾ 5 എന്തുകൊണ്ട് ഇൻവോക്ക് ചെയ്യുന്നില്ല എന്ന് ഈ റിപ്പബ്ലിക്കനിലെ ഈ വാർ ക്യാമ്പിൽ ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാറ്റോവിൽ, വിതിൻ നാറ്റോ ഇത്രയും വലിയൊരു ഡിവിഷൻ ഉണ്ടായൊരു സന്ദർഭമായി മാറിയിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ഈ പണിക്ക് ഞങ്ങളില്ല എന്ന് നാറ്റോയിലെ അംഗരാജ്യങ്ങൾ പറയുന്നു. ബ്രിട്ടൻ്റെ കാര്യത്തിൽ ബ്രിട്ടൻ വേണ്ടത്ര കോപ്പറേറ്റീവ് അല്ല എന്ന് പരസ്യമായിട്ട് പറയുന്നു ട്രംപ്. ഇയാളൊരു ടെറിബിൾ അലയാണ്, സ്പെയിൻ ഒരു ടെറിബിൾ അലയാണെന്ന് ട്രംപ് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കെട്ടിയോനും തട്ടാനും എന്ന മട്ടിൽ ഞാനും എൻ്റെ ഇസ്രായേലും നമ്മുടെ ജീവൻ മാത്രമേ ഉള്ളൊരു ലോകമായിട്ട് പോവുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇത് ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഈ അമേരിക്കൻ ഡിക്ലൈൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്.